السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് ഇനിയും പറയുന്നു, അയ്യുഹൽ വലദു, മോനെ, ഇജ്അലിൽ ഹിമ്മത ഫിർ റൂഹി, നിന്റെ നിശ്ചയദാർഢ്യത നിന്റെ ആത്മാവിൽ നീ ആക്കുക. വൽ ഹസീമത ഫിൻ നഫ്സി, നിന്റെ മനസ്സിൽ പിന്തിരിഞ്ഞോടലിനെ നീ നിശ്ചയിക്കുക. വൽ മൗത ഫിൽ ബദനി, നിന്റെ ശരീരത്തിൽ മരണത്തെയും നീ കണക്കാക്കുക. കാരണം അന്ന മൻസിലക്കൽ ഖബർ, നിന്റെ വീട് ഖബറാകുന്നു. വഅഹ്ലുൽ മഖാബിരി യന്തളിറൂനക, ഖബർസ്ഥാനിലുള്ള ആളുകൾ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫീ കുല്ലി ലഹ്ലത്തിൻ, എല്ലാ സമയത്തും. മത്താ തസ്ലു ഇലൈഹിം, എപ്പോഴാണ് നീ അവരിലേക്ക് എത്തുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയ്യാക്കാൻ തസ്ല ഇലൈഹിം, അതുകൊണ്ട് നിന്നെ നീ സൂക്ഷിക്കണം, നീ അവരിലേക്ക് ഒരിക്കലും ചെന്നു ചേരരുത്. ബിലാസാദിൻ, ഭക്ഷണമില്ലാതെ. വഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വളരെ ഗൌരവതരമായിട്ടുള്ള ഒരു ആശയമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇജ്അലിൽ ഹിമ്മത ഫിർ റൂഹി, നിന്റെ ആത്മാവിൽ നീ നിശ്ചയദാർഢ്യത നീ നിശ്ചയിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മനസ്സ്, ആത്മാവ്, ശരീരം, ഈ മൂന്നുമായി അവന്റെ മനുഷ്യ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. ഇതിലെ ഓരോന്നിനും ഓരോ വിധത്തിലുള്ള ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവന് യഥാർത്ഥത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമതായി അവന്റെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള നിശ്ചയദാർഢ്യത, അതേപോലെ തന്നെ ഒരു ഉറച്ച തീരുമാനം അതവൻ ഉണ്ടാക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒന്നും എന്റെ ആത്മീയമായ ജീവിതത്തിലേക്ക് ഞാൻ കടത്തിവിടാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനം നിനക്കുണ്ടാകണം. നിന്റെ ആത്മാവ് എപ്പോഴും പരിശുദ്ധമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. ആത്മാവ് പരിശുദ്ധമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ആ ആത്മാവിന് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് വലിയ വലിയ സൗകര്യങ്ങൾ, വലിയ വലിയ സഹായങ്ങൾ, വലിയ വലിയ സമ്മാനങ്ങൾ, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. ഇതാണ് ആത്മശുദ്ധി എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് നമ്മളെ തന്നെ എത്തിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കണം. ആത്മാവ് എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധമായ അവസ്ഥയിൽ നിലനിർത്താൻ വേണ്ട കൃത്യമായ നിലപാടുണ്ടാകണം. അപ്പോൾ അഴകുഴമ്പൻ നയം ഒരു വിഷയത്തിലും നമുക്ക് പാടില്ല. ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ജീവിതം, എന്റെ എല്ലാ സംഗതികളും അതൊക്കെയും എന്റെ ആത്മാവിന് നഷ്ടം വരുത്തുന്നതോ ആത്മാവിനെ വികൃതമാക്കുന്നതോ ആയിട്ടുള്ള സംഗതികളാകുന്നുണ്ടോ എന്ന കൃത്യമായ കണക്കെടുപ്പ് നമ്മൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. രണ്ടാമത്തെ നമ്മുടെ മനസ്സ്. ആ മനസ്സ് എല്ലാ അരുതായ്മകളിലേക്കും നമ്മളെ പരമാവധി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക. വൈകാരികമായിട്ടുള്ള അഭിനിവേശങ്ങൾ നമ്മിലേക്ക് പരമാവധി എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ നേടാനുള്ള വലിയ അഭിവാഞ്ചയും താൽപര്യവും നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റം രൂഢമൂലമായി കിടക്കുന്നുണ്ടാകും. ധനത്തോടുള്ള പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധമുള്ള ആ താൽപര്യവും അതേപോലെ തന്നെ അത്യാഗ്രഹവുമൊക്കെ പലപ്പോഴും ആ മനസ്സിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ടാകും. എന്നാൽ ആ മനസ്സിന്റെ താൽപര്യത്തിനനുസരിച്ച് വൈകാരികമായ അഭിനിവേശങ്ങൾക്കൊപ്പിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി, അതുപോലെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഏത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കാമെന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് അത് ഉണ്ടാക്കി തീർക്കുന്നത്. കാരണം മഹാന്മാര് പലരും പറഞ്ഞിട്ടുണ്ട്, നിന്റെ മനസ്സിലുണ്ടാകുന്ന ദുശ്ചിന്തകളെ നീ പരമാവധി തച്ചുടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിന്നെ തന്നെ ആ മനസ്സിന്റെ ദുശ്ചിന്തകൾ തകർത്ത് തരിപ്പണമാക്കി കളയും. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിനെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയും പടച്ചറബ് കണക്കാക്കിയിട്ടുള്ള എല്ലാ സംഗതികൾക്കും അള്ളാഹു തആലക്കുള്ള ഇബാദത്ത് കൊണ്ട്, അവനിലേക്കുള്ള താഴ്മ കൊണ്ട് നീ അവന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള അടിമയായി മാറാനുള്ള പ്രവർത്തനത്തിലേക്ക് നിന്റെ മനസ്സിനെ നീ പാകപ്പെടുത്തി കൊണ്ടുവരണം. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താ? വൽ മൗത ഫിൽ ബദനി, നിന്റെ ശരീരത്തിൽ മരണത്തെ നീ കണക്കാക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ജീവികളും, അല്ലെ, ആ ജീവികൾക്കൊക്കെയും ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ അല്ലാഹു തആല നൽകുന്നുണ്ട്. ആ ശാരീരികമായിട്ടുള്ള അവസ്ഥ നൽകിയിട്ടുള്ള കന്നുകാലികളടക്കമുള്ള എല്ലാ ജീവികളും
അതൊക്കെയും മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് കാണുന്നിടത്ത് ഭക്ഷണം കഴിച്ച്, തോന്നുന്നിടത്ത് വിസർജനം നടത്തി, ഉറക്കം വരുമ്പോൾ തോന്നുന്നിടത്ത് കിടന്നുറങ്ങി, അങ്ങനെ പോകുന്ന ഒരു മൃഗീയമായിട്ടുള്ള ശൈലിയെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിന്റെ ജീവിതം അவ்விധത്തിൽ നിന്റെ ശരീരം എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ ശരീരവും മനസ്സും ഈ ഒരു മൃഗതുല്യമായിട്ടുള്ള ശൈലിയിലേക്ക് പോകാൻ പാടില്ല. മറിച്ച് നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണോ, നിന്റെ ശരീരത്തെ നീ മരണത്തിനു വേണ്ടി വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന കണക്കുകൂട്ടൽ നിനക്കുണ്ടാകണം. കാരണം നിന്നെ കാത്തിരിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ശേഷം ഖബറെന്ന് പറയുന്ന ഒരു വീടാകുന്നു നിന്നെ കാത്തിരിക്കുന്നത്. ആ ഖബറിൽ നേരത്തെ പോയി കിടക്കുന്നവർ നിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, അവിടെ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ കുറെ മഹാന്മാരുണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് നീ ചെല്ലുമ്പോഴേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നീ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ ഒരിക്കലും തന്നെ ആ മൃഗതുല്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാണുന്നിടത്തൊക്കെ കിടന്നുറങ്ങി, അതേപോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച്, തോന്നുന്നതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മൃഗീയമായ ശൈലിയിലേക്ക് നീ കൊണ്ടുപോകരുത്. അതിനെന്തു വേണം? ഒരു മഹാൻ പറഞ്ഞതുപോലെ, ഇല്ലം തുഖവ്വിഫുഹു ബിൽ മൗതി വഅദാബിന്നാർ, നിന്റെ ശരീരത്തെ മരിക്കുമെന്നും നരകശിക്ഷയുണ്ടെന്നുമുള്ള അതിശക്തമായിട്ടുള്ള പേടിപ്പെടുത്തൽ നീ നടത്തുന്നില്ലെങ്കിൽ, അതേപോലെ തന്നെ വയഖനാഹു ബിഅന്നൽ ഹയാത വല്ലദ്ദത ഫിൽ ഖുലൂദി വന്നഈമിൽ അബദി, ആ ശരീരത്തിന് നീ ആവശ്യമായിട്ടുള്ള ഒരു സംതൃപ്തി നൽകണം. എന്തുകൊണ്ട്? ഈ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെട്ടാലും, ഇവിടെയുള്ള സന്തോഷങ്ങൾ കുറഞ്ഞാലും, ഇവിടെ അല്പം പരിക്കനായിട്ട് ജീവിക്കേണ്ടി വന്നാലും, യഥാർത്ഥത്തിലുള്ള ജീവിതവും അതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള രസങ്ങളുമൊക്കെ ശാശ്വതമായി ജീവിക്കുന്ന പരലോകത്ത് സ്വർഗത്തിലാണ് നേടാനുള്ളത് എന്ന് നീ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, നിന്നെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം നിന്നെ നരകത്തിലേക്ക് എത്തിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ അബ്ദുൽ ഇമാം റളിയല്ലാഹുവിന്റെ ഹൃദയസ്പർക്കായിട്ടുള്ള ഉപദേശത്തിന്റെ ചുരുക്കം എന്താ? നിന്റെ ആത്മാവിന് കൃത്യമായിട്ടുള്ള ഒരു ബോധനം നീ നൽകണം. അഥവാ അല്ലാഹു തആല എന്റെ പൊരുത്തത്തിനാവശ്യമായിട്ടുള്ള ശൈലികൾ, അതിൽ നിന്ന് ഞാൻ അണുവളവ് പുറകോട്ട് പോകില്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനം ആത്മീയമായിട്ടുള്ള ഒരു അഭിനിവേശമായി കൊണ്ടു നടക്കാൻ നിനക്ക് പറ്റണം. അതോടൊപ്പം തന്നെ മനസ്സിനെ, ആ മനസ്സിന്റെ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുശ്ചിന്തകൾ, അതേപോലെ തെറ്റിലേക്കുള്ള ഒരു വല്ലാത്തൊരടുപ്പം, അതിൽ നിന്നൊക്കെ പരമാവധി പറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നീ നടത്തണം. ആ മനസ്സ് നിന്നെ തിന്മയിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകാരികമായ അഭിനിവേശങ്ങൾ. അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ശൈലി, ധനം സമ്പാദിക്കാനുള്ള ഏത് തെറ്റായ ശൈലിയും സ്വീകരിക്കുന്ന സ്വഭാവം, ആ സ്വഭാവങ്ങളെല്ലാം നീ പരമാവധി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ നിന്റെ മനസ്സിനെ നീ അതിൽ നിന്നെല്ലാം ശുദ്ധിയാക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് നീ ശ്രമിക്കുന്നില്ലെങ്കിൽ, അഥവാ നിന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള തെറ്റായ ചിന്തകൾ, അതേപോലെ തന്നെ വൈകാരികമായ അഭിനിവേശങ്ങൾ, അതിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നീ എത്തിപ്പെടുന്നതെങ്കിൽ, ഉറപ്പായും നിന്റെ മനസ്സ് നിന്നെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലേക്ക് നിന്നെ ഒന്നുകൂടി എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് നിനക്ക് നൽകുന്നതാണ് നിന്റെ ശരീരം. അത് മരിക്കാനുള്ളതെന്ന ഓർമ്മപ്പെടുത്തൽ ആ ശരീരത്തിന് നീ ഉണ്ടാക്കിയെടുക്കണം. കാരണം നീ കാണുന്നുണ്ട് ഇവിടെ എത്രയോ ആളുകൾ, അവർ ഈ ലോകത്ത് വലിയ സൗകര്യങ്ങളോടുകൂടെ ജീവിച്ചു, വലിയ സ്വാധീനമുള്ളവരായി ഇവിടെ വളർന്നു. പക്ഷെ എല്ലാ സ്വാധീനവും സൗകര്യങ്ങളുമൊക്കെ ഒരു നാൾ ഞെട്ടറ്റ് വീഴുന്ന ഒരവസ്ഥയിൽ അതാ മരിച്ചു കിടക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. എത്ര വലിയവനായാലും ഖബറാകുന്ന കല്ലറക്കുള്ളിൽ ഓരോരുത്തരെയും കൊണ്ടുപോയി വെച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളൊരു മക്ബറയിൽ, ഒരു ഖബർസ്ഥാനിൽ നമ്മുടെ ശരീരത്തെയും കൊണ്ടുപോയി വെക്കും ഒരു ദിവസം എന്ന ഓർമ്മ നിനക്കുണ്ടാകണം എപ്പോഴും. ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് നല്ലവരുണ്ടാകും, ഒരുപാട് മോശക്കാരും ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്തായാലും അവരുടെ അടുത്തേക്ക് നീ ചെല്ലുന്നതും കാത്ത് സാഗൂതം അവർ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 197-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിഭവങ്ങൾ ശേഖരിക്കണം. എന്നാൽ ഏറ്റവും ഉത്തമമായ വിഭവം ഏതാണെന്നറിയുമോ? അത് തഖ്വ, പടച്ച റബ്ബിന്റെ ഭക്തിയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു നല്ല ശൈലിയും സ്വഭാവവും അത് നമ്മൾ കൃത്യമായി ഉണ്ടാക്കിയെടുക്കണം. അതാണ് അബ്ദുൽ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് നൽകുന്ന ഉപദേശം. മനുഷ്യന്റെ ആത്മാവും അവന്റെ മനസ്സും അവന്റെ ശരീരവും, ഇത് മൂന്നിനും ഓരോ ഡ്യൂട്ടി നമ്മൾ കൊടുക്കണം. ആത്മാവിന് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്.
തിന്മയിലേക്ക് ഞാൻ പോകില്ല. എന്നെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചികമായിട്ടുള്ള സംഗതികളോടും ഞാൻ ഗുഡ് ബൈ പറയാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് എന്ന പ്രഖ്യാപനം നമ്മൾ നടത്തണം. രണ്ടാമത്തെ നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ ദുശ്ചിന്തകളിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് നമുക്കുണ്ടാകണം. മൂന്നാമത്തെ നമ്മുടെ ശരീരം. ആ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ഖബറിലാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ അവിടെ ലഭിക്കേണ്ട സുഖത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനാവശ്യമായിട്ടുള്ള സംവിധാനവും തൗഫീഖും നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.